ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഭർതൃവീട്ടിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകളുടെയും വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും കഥ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നിട്ടും നമ്മളിപ്പോൾ കാണുന്നത് വീണ്ടും ഈ കഥയും സങ്കല്പങ്ങളുമെല്ലാം മാറാതെ തന്നെ പോകുന്ന ഒരു രാജ്യത്തേലാണ്. ആ രാജ്യത്ത് പെൺകുട്ടികൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. കർണാടകയിലെ രാമനഗര ജില്ലയിൽ നിന്ന് നൊമ്പരമുണർത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടുംബ വഴക്കിനെ തുടർന്ന് 5 മാസം ഗർഭിണിയായ 19കാരി ജീവനൊടുക്കിയിരിക്കുന്നു. ഒരു കുടുംബത്തെ മുഴുവൻ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു നിർത്തുകയാണ്, എന്താണ് നിങ്ങൾ ആ കുട്ടിയോട് കാണിച്ച ക്രൂരത എന്ന്. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് നിങ്ങൾ ആ കുഞ്ഞിനോട് കാണിച്ചതെന്ന്, ഇതിനപ്പുറം ഞങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രാമം തന്നെ നടുങ്ങിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ട്. വദരഡോഡി ഗ്രാമത്തിൽ താമസിക്കുന്ന നയന എന്ന യുവതിയാണ് അതിക്രൂരമായ രീതിയിൽ തീ കൊളുത്തി ജീവിതം അവസാനിപ്പിച്ചത്. വെറും 9 മാസം മുൻപ് വിവാഹിതയായ പെൺകുട്ടി. ആ പെൺകുട്ടി ഗർഭിണിയായി അവൾ ഗർഭത്തിൽ ചുമന്ന കുഞ്ഞിൻ്റെ വേർപാട് ഗ്രാമത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അമ്രോഹ ജില്ലക്കാരിയായ നാഗരാജുവും നയനയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് വെറും 9 മാസങ്ങൾ മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. ഗർഭിണിയായ നയന പ്രസവത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിലെ അന്തരീക്ഷം അത്ര സുഖകരമായിരുന്നില്ല. ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അവിടെയുള്ളവർക്ക് അറിയാമായിരുന്നിട്ടും എന്തിനാണ് ആ കുട്ടിയോട് ചെയ്ത ക്രൂരത എന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും ഞെട്ടുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ ആ വീട്ടിൽ അരങ്ങേറിയെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയും വീട്ടിൽ കടുത്ത തർക്കങ്ങൾ നടന്നിരുന്നു. ഇതിൽ മനംനൊന്ത് രാത്രി വൈകി നയന വീടിനുള്ളിൽ വെച്ച് ശരീരത്തിൽ ഡീസൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആളിപ്പടർന്ന തീ നയന സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. നയനയ്ക്കൊപ്പം അവളുടെ ഗർഭസ്ഥ ശിശുവും ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതാണ് ഏറെയും ദുഃഖകരമായ കാര്യം. ഇത് കണ്ടുനിന്ന നാട്ടുകാർക്കും അടുത്ത ബന്ധുക്കൾക്കും നയനയുടെ വീട്ടുകാർക്കും ഒന്നും തന്നെ ഇത് സഹിക്കാനാകുന്നില്ല. വീണ്ടും വീണ്ടും ഭർതൃവീട്ടിലെ പീഡനം കാരണം ഇങ്ങനെ കുട്ടികൾ മരണപ്പെട്ടു പോകുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേദനയായി മാറുന്നത് എന്ന് തന്നെ പറയണം. നയനയുടെ മരണം കേവലം ഒരു ആത്മഹത്യയല്ലെന്ന ഭർതൃവീട്ടുകാരുടെ പീഡനമാണെന്നും ഇതിന് പിന്നിലെന്നും അവളുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. വിവാഹശേഷം സമാനതകളില്ലാത്ത മാനസിക പീഡനമാണ് മകൾ അവിടെ അനുഭവിച്ചതെന്നും അവർ പോലീസിനോട് പറയുന്നു. മകളെ രക്ഷപ്പെടുത്താനാകുന്നതിന് മുൻപ് തന്നെ അവൾ ഗർഭിണിയാവുകയും പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ അവളും വീട്ടുകാരും നിശ്ചലമായി പോവുകയായിരുന്നു എന്നാണ് അവരുടെ പ്രതികരണത്തിൽ പുറത്തുവരുന്നത്. ഇതോടെ തന്നെ ഭർതൃവീട്ടിൽ വീണ്ടും മരിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയെന്നും എന്ത് നിയമത്തിനുള്ളിലാണ് ഇവരെയൊക്കെ പഴുതഴിച്ച് എടുക്കുക എന്നും അറിയില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.